നവകേരള യാത്ര നടന്നപ്പോൾ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ 5 ഗൺമാൻമാർ ഇന്നിപ്പോ MLA ആയിരിക്കുന്ന തോമസ്, അന്ന് യൂത്ത് കോൺഗ്രസ് നേതാവിന് തോമസിനെയും മറ്റൊരു യൂത്ത് കോൺഗ്രസ് നേതാവിനെയും അറഞ്ചവും പുറഞ്ചവും ആലപ്പുഴയിലിട്ട് തല്ലി. വല്ല കാര്യമുണ്ടോ? മുഖ്യമന്ത്രിയുടെ നവകേരള യാത്ര ബസ് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ബസ്സാണ്. അപ്പൊ അതിനെയൊന്നും അങ്ങനെ ആൾക്ക് റോഡിൽ നിന്ന് ഒരു കല്ലെടുത്തെറിഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ കുപ്പി എടുത്തുകൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റുന്ന ബസ്സൊന്നുമില്ല. അവിടെ 2 ചെറുപ്പക്കാർ കരിങ്കൊടി കാണിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ കറുത്ത ബസ്സിൽ പോയ മുഖ്യമന്ത്രി അവിടെ ഇരുന്നുകൊണ്ട് ചിരിക്കുകയും ആ തൊട്ട് പിറകെ വന്ന ഗൺമാന്റെ വണ്ടികൾ ഇറങ്ങി അവരെ കയ്യിലിരുന്ന വടി കൊണ്ട് അവരടിക്കുകയും ചെയ്തു. ആ ലാത്തി കൊണ്ട് തല്ലാൻ പാടുള്ളതല്ല ഗൺമാന്മാർ. മുഖ്യമന്ത്രിയുടെ ചുറ്റും ആരെങ്കിലും വളഞ്ഞു വീണാൽ മാത്രം, നേരിട്ട് ആക്രമണം നടത്തിയാൽ മാത്രം ഇടപെടാൻ അവകാശമുള്ള ഗൺമാന്മാർ CRPCയും എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ അതിന് അനുഗുണമല്ലാതെ അതുപോലെ ശിക്ഷാ നിയമങ്ങൾക്കൊക്കെ എതിരായി 2 പേരെ പട്ടിയെ തല്ലുപോലെ തല്ലി. ആ തല്ലിയപ്പോ ശരിക്കും പറഞ്ഞാൽ അതിനു മുമ്പ് തന്നെ അവർ കരിങ്കൊടി കാണിച്ചപ്പോൾ തന്നെ ആ 2 പേരെയും ലോക്കൽ പോലീസ് ഒരു അറ്റത്തോട്ട് കൊണ്ട് നിർത്തി. പിന്നെ അവരെ പിടിച്ചോണ്ട് പോയി കേസ് ചാർജ് ചെയ്താൽ പോലെ. അതിനു പകരം അവരെ അവിടെ ഇട്ട് വല്ലാതെ ഗൺമാന്മാര് തല്ലി. ആ തല്ല് കണ്ട് കേരള സമൂഹം ഞെട്ടിപ്പോയി. ഇതെന്തൊരു പ്രവർത്തനമാണ് ചെയ്യുന്ന ഗൺമാന്മാർ? അവരുടെ ജോലിയല്ലല്ലോ ഇത്. അവസാനം എന്ത് സംഭവിച്ചു? മുഖ്യമന്ത്രി അതിനുശേഷം നടന്ന ഒരുപാട് സമ്മേളനങ്ങളിൽ പറഞ്ഞു ഇത് രക്ഷാപ്രവർത്തനമാണ്, ബാക്കിയുള്ളവർ കൂടി ഇറങ്ങി ചെയ്യണം. അങ്ങനെ ചില സ്ഥലങ്ങളിൽ പൂച്ചട്ടി കൊണ്ട് എടുത്തടിച്ചു, ചില സ്ഥലങ്ങളിൽ ഷൂ കൊണ്ടടിച്ചു, ഇവിടെ ഗൺമാൻ അടിച്ചു. അങ്ങനെ കേരളത്തിലാകെ നവകേരള യാത്രക്കെതിരെ നടന്ന പ്രതിപക്ഷത്തിന്റെ സമരത്തെ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സമരത്തെ നഖശികാന്തം എതിർത്തുകൊണ്ടുള്ള വലിയ പണിയാണ് കേരളത്തിൽ നടന്നത്. ഇപ്പോഴിത് അത് ചെയ്ത ഗൺമാന്മാർക്ക് ശിക്ഷ കിട്ടിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ അന്ന് മുഖ്യമന്ത്രി ഇപ്പൊ രക്ഷിക്കാനുണ്ടോ? മുഖ്യമന്ത്രിയുടെ കൂടെ ഈ ഗൺമാന്മാർ നിന്നു, അതുകൊണ്ട് തന്നെ കേസിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. ഇനി ഒരു തമാശ നടക്കുന്നുണ്ട്. അതിനന്നൊരു SIT വെച്ചിരുന്നു. ചൈത്ര തെരേസ എന്ന് പറഞ്ഞൊരു SP അന്ന് നോട്ട് കൊടുത്ത് IPS നോട്ട് കൊടുത്തപ്പോൾ ആ നോട്ടിനെ ADGPയുടെ ഓഫീസിലിരുന്ന് 2 SIമാർ കുത്തിപ്പൊക്കി അതിനെ വലിച്ചു കീറി പുതിയ FIRൽ തെറ്റായി കോടതിയിൽ കൊണ്ട് സമർപ്പിച്ച് ശിക്ഷയൊന്നും കിട്ടിയില്ല ഗൺമാന്മാർക്ക്. അപ്പോഴാണ് ഇപ്പോൾ SITക്കെതിരെ, അന്ന് രൂപീകരിച്ച SITക്കെതിരെ കോടതി ശക്തമായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നു. എവിടെ റിപ്പോർട്ട് എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ ബന്ധപ്പെട്ട SI മന്ത്രിയുടെ പരിപാടിക്ക് പോയിരിക്കുന്നു, ആഭ്യന്തര മന്ത്രിയുടെ പരിപാടിക്ക് ചോദിച്ചപ്പോൾ അത് നിങ്ങളെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി, ഇങ്ങോട്ട് കൊണ്ടുപോകാൻ റിപ്പോർട്ട് എന്നുള്ള നിലയിൽ കോടതി വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുകയാണ്. SIT റിപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. കറക്റ്റ് റിപ്പോർട്ട് കോടതി ചോദിക്കുന്നു, മജിസ്ട്രേറ്റ് ചോദിക്കുന്നു. ഇവിടെ ഗവൺമെന്റിന്റെ കയ്യിൽ വന്ന റിപ്പോർട്ട് വെച്ചുകൊണ്ട് DGP 5 പേരെ സസ്പെൻഡ് ചെയ്തു. ഇനി അറിയേണ്ടത് ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ADGPയുടെ സസ്പെൻഷൻ നടക്കുമോ, അല്ലെങ്കിൽ ADGPക്കെതിരെ നടപടി. അത് പക്ഷേ ഇപ്പൊ അന്വേഷിച്ച ടീമിനെ കൊണ്ട് ശുപാർശ ചെയ്യാൻ പറ്റുന്നതല്ല. കുറച്ചുകൂടെ ഹയറപ്പിലേക്ക് ഇതിന്റെ അന്വേഷണം വരേണ്ടതുണ്ട്. അതിനുള്ള ADGP ചെറിയ പോസ്റ്റിലുള്ള ആളല്ല, അദ്ദേഹം IPS കാരനാണ്, വലിയ പോസ്റ്റിലുള്ള ആളാണ്. അപ്പൊ അതിനെതിരെയുള്ള അന്വേഷണം ഇനി വരുമോ, അതിനി ആവശ്യപ്പെടുമോ നമ്മുടെ തോമസും ടീമും? ഇനി അത് ഗവൺമെന്റ് കിട്ടിയില്ലെങ്കിൽ അവർക്ക് കോടതിയിൽ പോകുമോ? ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ എന്തായാലും ഇത്രയും ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോകേണ്ട ഒരു കാര്യമില്ല. ഗൺമാന്മാര് മുഖ്യമന്ത്രിയുടെ ഗുഡ് ബുക്കിൽ കയറാൻ വേണ്ടി ആയിരിക്കാം അവർ ഇറങ്ങി തല്ലി. ഒരു കാരണവശാലും അങ്ങനെ തല്ലാൻ പാടില്ലായിരുന്നു. അവരുടെ ജോലിയേ അല്ല, അത് ലോക്കൽ പോലീസിന്റെ ജോലിയായിരുന്നു. അവർ വളരെ മനോഹരമായി ലോക്കൽ പോലീസ് അത് നിർവഹിക്കുകയും ചെയ്തു. പക്ഷെ ആ നിർവഹിച്ചതിനിടയിലാണ് പോയി അവരെ വീണ്ടും തല്ലുകയും വലിയ കൺഫ്യൂഷൻ ഗൺമാന്മാർ ഉണ്ടാക്കുകയും ചെയ്തു. 5 പേരെ ഇപ്പൊ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇത് വളരെ വലിയൊരു പാഠമാണ് എല്ലാവർക്കും. നമ്മൾ ഒരു ഭരണകൂടത്തിന്റെ ഭാഗമായി നിന്ന് ചെയ്തുകൂടാത്തതും അല്ലെങ്കിൽ അമിതമായി കാര്യങ്ങൾ കയറി ഓവർ സ്മാർട്ട് ആവുകയും ഒരുപാട് ആവേശം കാണിക്കുകയും ചെയ്താൽ സ്വാഭാവികമായി ഭരണം മാറി വരും. ഇപ്പോൾ ഈ ഗൺമാന്മാര് ഈ സസ്പെൻഷൻ ആയാലും ഇല്ലെങ്കിലും MLA കാണുമ്പോൾ സല്യൂട്ട് അടിക്കണ്ടേ? അത് സല്യൂട്ട് അടിക്കണം. MLA കാണുമ്പോൾ സല്യൂട്ട് അടിക്കേണ്ടി വരും. അതുപോലെ തന്നെ കൃത്യമായി ഇപ്പോഴിതാ സസ്പെൻഷനിലേക്ക് പോയിരിക്കുകയാണ്. ഇത് വലിയ പാഠമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 5 പേരാണ് സസ്പെൻഷനിലേക്ക് പോയിരിക്കുന്നത്. എന്തൊക്കെയാണ് അതിനുമായി ബന്ധപ്പെട്ട കേട്ടത്? ആ കേസ് മുഖ്യ കാര്യം, റിപ്പോർട്ടിൽ വെള്ളം ചേർത്ത കാര്യം, FIR വലിച്ചു കീറിക്കളഞ്ഞ കാര്യം, ഒരുപാട് കാര്യങ്ങൾ കേട്ടു. ഇനിയിപ്പോ SITയുടെ പരിപാടി കൂടി കോടതിയിൽ നിന്നുകൂടിയുള്ള നടപടി വരുന്നു. ഈ 2 നടപടി കൂടി ആകുമ്പോൾ ഈ 5 പേരുടെ ജോലി ഇന്ന് പിരിച്ചുവിടുമോ എന്നുള്ളതാണ് ഇനിയിപ്പോ സംശയം. നമുക്കറിയില്ല. ഗൺമാന്മാരായിട്ടുള്ള 5 പേർ, പോലീസായിട്ടുള്ള 5 പേരെ അവരുടെ തൊപ്പി തെറിക്കാനുള്ള എല്ലാ സാധ്യതയും കൊണ്ട് ഇപ്പോൾ സസ്പെൻഷൻ നടത്തിയിട്ടുണ്ട്. അത് ഡിസ്മിസിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കോടതിയും ശക്തമായിട്ടാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. എന്ത് സംഭവിക്കും നമുക്കറിയില്ല. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള വളരെ ചടുലമായിട്ടുള്ള തീരുമാനമാണ് രമേശ് ചെന്നിത്തല വന്നു. വളരെ പെട്ടെന്ന് തന്നെ ഒരു കമ്മിറ്റിയെ വയ്ക്കുന്നു. ആ കമ്മിറ്റി വളരെ വേഗത്തിൽ ഒരു ഷൗക്കത്ത് അലി SP, അദ്ദേഹം വളരെ സ്മാർട്ടായിട്ടുള്ള SP ആണ്. നേരത്തെ ഈ TP ചന്ദ്രശേഖരൻ ഭരത്തിലൊക്കെ അവിടെ പോയി വളരെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ
ഉൾനാടൻ ഗ്രാമങ്ങളിൽ നിന്ന് രഹസ്യ സങ്കേതങ്ങളിൽ നിന്നൊക്കെ പൊക്കിക്കൊണ്ടുവന്ന ആളാണ്. വലിയ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ഷൗക്കത്ത് അലി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ SIT ഒരാഴ്ചയ്ക്കുള്ള തന്നെ റിപ്പോർട്ട് കൊടുത്തു, നടപടിയും വന്നു. ഇതിന്റെ ഒരു കാര്യമില്ലായിരുന്നു, രക്ഷാപ്രവർത്തനം നടത്താൻ പാടില്ലായിരുന്നു. ഈ രൂപത്തിൽ നടത്തിയെങ്കിൽ മുഖ്യമന്ത്രി അതിനെ തള്ളിപ്പറയണമായിരുന്നു. ഇതൊന്നും സംഭവിച്ചില്ല. ഭരണത്തിന്റെ ശീതളഛായയിൽ ഭരണത്തോട് താല്പര്യമുള്ള ഉദ്യോഗസ്ഥർ കാട്ടിക്കൂട്ടിയ കോപ്രായമായി അത് മാറി. ഇപ്പോൾ 5 പേര് സസ്പെൻഷനിലാണ്. ഇനി ബാക്കി എന്ത് നടപടികൾ, തുടർ നടപടികൾ വരുമെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം.